മകൻ UDF-ന് വേണ്ടി പ്രവർത്തിച്ചെന്ന പേരിൽ CPIM നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ നിന്ന് ജീവനക്കാരിയെ പിരിച്ചുവിട്ടതായി പരാതി. 5 വർഷമായി ഇടുക്കി കാരിക്കോട് സർവീസ് സഹകരണ ബാങ്കിലെ താൽക്കാലിക സ്വീപ്പർ ജോലി ചെയ്തിരുന്ന നിസ ഷിയാസിനെയാണ് പിരിച്ചുവിട്ടത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിസ ഷിയാസിന്റെ 16 വയസ്സുള്ള മകൻ തൊടുപുഴ നഗരസഭയിലേക്ക് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി വിഷ്ണു കോട്ടപ്പുറത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. വിഷ്ണു ജയിച്ചതോടെ ബാങ്ക് ഭരണസമിതി പ്രതികാര നടപടി സ്വീകരിച്ചുവെന്നാണ് ആരോപണം. ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടതോടെ നിസ CPIM നേതൃത്വത്തെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 6 വർഷമായി ഞാൻ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രമാണിച്ച് എൻ്റെ 15 വയസ്സ് ഉള്ള മകൻ എതിർ പാർട്ടിയായിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങിയതുകൊണ്ട് അതേ ചൊല്ലിയാണ് ഇപ്പം ഈ മാസം 28-ാം തീയതി പറഞ്ഞത് 31-ാം തീയതി വരെ വന്നാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ ഏരിയ സെക്രട്ടറിനെ കണ്ട് സംസാരിച്ച് വീണ്ടും തിരിച്ചെടുത്തു. അതേ ചൊല്ലി ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പം അവർ കമ്മിറ്റി തീരുമാനിച്ച് ഇനി തൊട്ട് വരണ്ടാന്ന് പറഞ്ഞു. നിസയെ ജോലിയിൽ തുടരാൻ അനുവദിച്ചാൽ പാർട്ടി വിടുമെന്ന് പ്രാദേശിക പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി മുഴക്കിയതും നടപടിക്ക് കാരണമായി. ഭർത്താവ് മരിച്ച നിസയുടെ ഉപജീവനമാർഗമായിരുന്നു ബാങ്കിലെ ജോലി. 5000 രൂപ മാത്രമായിരുന്നു മാസശമ്പളം. അതേസമയം ജോലി തൃപ്തികരമല്ലാത്തതിനാൽ മറ്റൊരാളെ നിയമിക്കാൻ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചതിനാലാണ് നടപടിയെന്നാണ് ഭരണസമിതിയുടെ വിശദീകരണം. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.